ആ ഡ്രസ്സ് വിട്ടുകൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ആ പരാതിക്കകത്തുണ്ട്. ആ പരാതി കൊടുത്തതിനെ തുടർന്ന് ഇവൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് എല്ലാം കൂടെ എടുത്ത് കൂട്ടിയിട്ട് കത്തിച്ച്, എന്നിട്ട് അത് വീഡിയോ എടുത്ത് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വരെ ആക്കി സൈക്കോത്തരം കാണിച്ചവനാണ് ഇവൻ. വാട്സപ്പിലും കോൾ ചെയ്ത് നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നവനാണ് ഇവൻ. എന്നിട്ടും പോലീസ് അനങ്ങാപ്പാറ പോലെ നിന്ന് കളഞ്ഞു. ഒന്നും ഒരു മണ്ണാങ്കട്ടയും ചെയ്തില്ല. ഈ താമരശ്ശേരിയിലെ പോലീസുകാർ കുറേം കൂടെ റെസ്പോൺസിബിൾ ആവണം. കാര്യം അത്രയ്ക്ക് ക്രൈംസ് ആണ് ആ ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടാവുന്നത്. ഇന്ന് കൂടാതെ താമരശ്ശേരി എന്ന് വന്ന വേറെ 2 വാർത്തകളോടെ കാണാം. ഒരു മധ്യവയസ്കനെ ആക്രമിച്ച്. നിങ്ങൾ ഇതൊന്ന് കാണും. താമരശ്ശേരി കട്ടിപ്പാറ ഇരുൾക്കുന്നിൽ ലഹരി മാഫിയ മധ്യവയസ്കനെ ആക്രമിച്ചതായി പരാതി. കട്ടിപ്പാറ പഞ്ചായത്ത് 12ാം വാർഡിൽ താമസിക്കുന്ന ചന്ദ്രനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. മർദ്ദനമേറ്റ ചന്ദ്രൻ താമരശ്ശേരി പോലീസിൽ പരാതി നൽകി. സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ചന്ദ്രന് മർദ്ദനമേറ്റത്. ഇതും ഇന്ന് നടന്നതാണ്. ഇതുകൂടാതെ കുറച്ചു നാൾക്ക് മുമ്പാണ് താമരശ്ശേരിയിൽ നിന്ന് 13 വയസ്സൊരു പെൺകൊച്ചിനെ കാണാതാവുന്നത്. എന്നിട്ട് ഇന്ന് ആ പെൺകുട്ടിയെ ബാംഗ്ലൂർ പോലീസ് ബാംഗ്ലൂർ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്തു. സോ ഒരുപാട് ക്രൈംസ് പോലെ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ലഹരിയുമായി ബന്ധപ്പെട്ട്. ആ സമയത്ത് ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ട് പോലീസുകാർ ഇടപെട്ട് കഴിഞ്ഞാൽ ഇവിടെ കൊലയല്ല, അതിന്റെ അപ്പുറം കൊല ഇവിടെ നടക്കും. ലഹരി നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമം മാറണം. അല്ലാതെ ഒരു തരത്തിലും ഇത് ഇവിടുന്ന് പോകാൻ പോകുന്നില്ല. ഇവന്മാർക്ക് പേടിയില്ല. ഒന്നാമത്തെ കാര്യം, റീസെന്റ് ആയിട്ട് സൗദിയിലെ ഒരു ന്യൂസ് ഞാൻ കേൾപ്പിക്കാം. ലഹരി കേസിൽ പിടിച്ച അവന്മാർക്ക് കിട്ടിയ